ഈ വിഷയത്തിന് മറുപടി കിട്ടിയോ ഇല്ലയോ എന്ന് താഴെ എഴുതി വെച്ചില്ല. അതുകൊണ്ട് രാജാവ് ചോദിച്ചു, ഇതിന് വല്ല മറുപടിയും കൊടുത്തോ? പറഞ്ഞു, കൊടുത്തില്ല. ഈ വിഷയത്തിന് മറുപടി കൊടുത്തില്ല. സ്തോത്രം. പറയാനൊരു ശാല അവിടെ നിൽക്കുന്നത്. പറഞ്ഞ പുറത്ത് ഒരുത്തം വന്ന് നിൽപ്പുണ്ട്. അവന്റെ പേര് ഹാമാന. രാജാവ് സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്തവനാ. അവൻ പുറത്തു വന്നു. അവനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചിട്ട് അവൻ രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന വ്യക്തി എങ്ങനെ അവന് ചെയ്യും? അപ്പൊ ഈ മനുഷ്യൻ, ഇവൻ ദുഷ്ടനാകൊണ്ട് ഇവൻ ചിന്തിച്ചു, എന്നെ അല്ലാതെ ബഹുമാനിക്കാൻ. കാരണം എന്താ? അവനൊരു സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്ത് കസേര രാജാവിന്റെ കൂടെ ആക്കി. അങ്ങനെ കസേരയ്ക്ക് ഇത്തിരി ഉയരമൊക്കെ വെച്ചു. രാജാവിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി, ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു തലക്കനം കൊണ്ട് അവൻ നിൽക്കുക. സ്തോത്രം. മനസ്സിലായോ? അപ്പൊ ഈ വെളിപ്പാട് ദർശനമൊക്കെ കിട്ടുമ്പോൾ തലക്കനം ഉണ്ടാവരുത്. ഒന്നുകൂടെ കാണണം. അതെ, ഈ പതുകോസിനകത്ത് വലിയൊരു കുഴപ്പമുണ്ട്. കുറെ പ്രവാചകന്മാര് ബാഗും തൂക്കിയുണ്ട്. വെളിപ്പാട് ദർശനമുണ്ട്. പിന്നെ ഇവളുമാര് നിലത്തും താഴെയായി. ഈ ദർശനം വെളിപ്പാട് കിട്ടിയ ഇവളുമാര് നിലത്തും താഴെയായി. ഇനി ഇതിനൊന്നും പിടിച്ചാൽ പറ്റത്തില്ല. വെളിപ്പാട് ദർശനോട് താന്നിരുന്നോണം. എന്താ ഇത് കൊടുത്ത സ്ഥാനക്കയറ്റം കൊടുക്കുക. സ്ഥാനക്കയറ്റോ മക്കളെ? സ്ഥാനക്കയറ്റം കിട്ടിയ താഴെ എന്ത് ചെയ്തോണം? അതുവരെ കസേരയിരുന്ന വിശ്വാസി താഴെ ഇരുന്നോണം. എന്തിനാണെന്നറിയോ? ഈ വെളിപ്പാടിന്റെ ദർശനത്തിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി. അതിന്റെ നികളോഹങ്കാരം കൊണ്ട് നടക്കരുത്. ദർശനങ്ങളുടെ അതിനൊരു വ്യാഖ്യാനമുണ്ടെന്നോ? ദർശനത്തിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. വെളിപ്പാടിന്റെ ഒരു മർമ്മമുണ്ട്. അത് കിട്ടിയില്ല എന്താ കാര്യം? സ്തോത്രം. രാത്രി കിടന്നോ അവർ പ്ലാവ് കണ്ടു, പ്ലാവിനെ അക്കയെ കണ്ടു. പിറ്റേ ഞായറാഴ്ചത്തെ ഒരു സാക്ഷ്യം കേൾക്കണോ? ചിരിക്കാൻ പറയല്ല, മർമ്മം പറയാ. പിറ്റേ ഞായറാഴ്ച സ്തോത്രം സാക്ഷ്യം കേൾക്കണോ? എന്റെ ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച രാത്രി ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവം തന്നെ ഒരു ദർശനം കാണിച്ചെന്ന്. സ്തോത്രം. നിങ്ങൾക്ക് അറിയണോ എന്താണ്? ഒരു വലിയ പ്ലാവ് കണ്ട് അയ്യോ, അത് നിറച്ച് ചക്ക. സ്തോത്രം. ഞാൻ 2 ദിവസം മുമ്പേ ആഗ്രഹിച്ചുള്ളൂ ചക്ക തിന്നാനെന്ന്. 2 ദിവസം മുമ്പേ ഞാൻ ആഗ്രഹിച്ചോളൂ ചക്ക തിന്നാനെന്ന്. അതാണോ ദർശനം? ചക്ക ദർശനം എന്തോ? അയ്യോ, നിന്നിലൊരു ഫലമില്ല, നീ മുള്ളാണ്. കുറെ നാളായിട്ട് നിന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഒരു ഫലമില്ല, നീ മുള്ള. അടുത്തിരുന്ന് അടുത്ത വിശ്വാസത്തെ കുത്തുന്ന മുള്ളാതെയെന്ന്. സ്തോത്രം. അകത്ത് നല്ല മധുരമുണ്ട്, പക്ഷെ പുറത്തെന്താ? മുള്ള. തൊടാൻ പറ്റുമോ? ഇല്ല, അടിങ്ങനാ. സ്തോത്രം. നേരെ കുറച്ച് ആപ്പിളാണെങ്കിലോ നമുക്ക് എടുത്തുകൊണ്ട് കയ്യിലൊക്കെ ഒന്ന് പിടിയോ. അപ്പൊ ദർശനത്തിന് ഒരു മർമ്മമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. സ്തോത്രം. ഇത് കിട്ടിയാൽ താണിരിക്കണം അടുത്തതിന് വേണ്ടി. സ്തോത്രം. എന്താ ഇല്ല ഉണ്ടോ മക്കളെ? മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് സ്തോത്രം. അല്ലെങ്കിൽ ദൈവമക്കളെ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ നോക്കിക്കേ, സ്ഥാനം വഴി നോക്കുന്നു. ഞാനിനി മുള്ളാണോ ചക്കാണോ? സ്തോത്രം. അല്ല മക്കളെ, ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിയ അവൻ രാത്രി ദർശനം കണ്ടിട്ട് രാവിലെ ഇരുന്ന് സ്വയം വ്യാഖ്യാനിക്കരുതെന്നോ? രാത്രി ദർശനം കണ്ടിട്ട് രാവിലെ ഇരുന്ന് സ്വയം വ്യാഖ്യാനിക്കരുതെന്നോ? സ്വയം അതിന്റെ മറുപടി കണ്ടുപിടിക്കരുതോ? വ്യാഖ്യാനപരം അത് കൊടുത്തിട്ടുണ്ടോ? അല്ലേ? ഫറവോൻ കണ്ടു. അവിടെ ആർക്കും, ഫറവോന്റെ കൊട്ടാരത്തിലുള്ള ആർക്കും ആ ദർശനത്തിന്റെ വ്യാഖ്യാനം പറയാൻ കഴിഞ്ഞോ? ഇല്ല. പിന്നെ ആരെ കൊണ്ടുവന്നു? കുണ്ടറയിൽ നിന്ന് യോസഫിനെ കൊണ്ടുവന്നു. കൊല്ലം കുണ്ടറയല്ല. സ്തോത്രം. പിന്നെ കാരാഗൃഹത്തിൽ നിന്ന് യോസഫിനെ കൊണ്ടുവന്ന് യോസഫാണ് ദൈവത്തിന്റെ മകൻ. കണ്ടോ? സ്തോത്രം. നെബൂഖദ്നേസർ ദർശനം കണ്ടു. സ്തോത്രം. വ്യാഖ്യാനിച്ചു തരാം. അപ്പൊ ദർശനത്തിന് ഒരു വ്യാഖ്യാനം ഉണ്ടല്ലോ. സ്തോത്രം. അന്യഭാഷയ്ക്കുണ്ടോ? അന്യഭാഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി മതിയെന്ന് പ്രാർത്ഥിച്ചോളമെന്ന്. ആർക്ക് കിട്ടി വ്യാഖ്യാനം? കാരണം അത് കിട്ടിയതോടെ നിലവിളിച്ച് നിലത്തും താഴെയല്ല, കൊമ്പ് കയറിപ്പോയി. ദൈവത്തിന് താഴെ. പക്ഷെ രാജാവ് ചോദിച്ചു, മൊർദെഖായിക്ക് ഇതിൽ പ്രതിഫലം വല്ലതും കൊടുത്തോ? അവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അനുഭവിച്ചത്.
പ്രതിഫലം കൊടുത്തു എന്ന് അവിടെ എഴുതി വെച്ച് ചോദിക്കുവോ? അപ്പൊ ബുക്കിനകത്ത് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടി അവിടെ വന്ന് അതിന് കിട്ടിയെന്ന് എഴുതിക്കോണം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചെന്നറിയോ? എന്നെയാണ് ബഹുമാനിക്കേണ്ടത്. രാജാവ് എന്നെ അല്ലാതെ ആരെ ബഹുമാനിപ്പാണ് പറഞ്ഞ്. സ്തോത്രം. അത്യാവശ്യം നോക്കിക്കോണേ. രാജാവിന്റെ വസ്ത്രം ധരിപ്പിക്കണം. രാജാവിനെ വസ്ത്രം ധരിപ്പിക്കണം. രാജാവിന്റെ കിരീടമെടുത്ത് തലയിൽ വെച്ചു കൊടുക്കണം. രാജാവിന്റെ പച്ചങ്കോൽ അണിയിച്ചു. രാജാവിന്റെ അവൻ ഷൂ അല്ലെങ്കിൽ അവൻ ചെരുപ്പ് അണിയിക്കണം. രാജകീയമായ ഉപയാടകൾ മുഴുവൻ അണിയിക്കണം. എന്നിട്ട് രാജാവ് ഉപയോഗിക്കുന്ന കുതിരപ്പുറത്ത് കയറ്റി പ്രഭുക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ മുൻപേ അവൻ ഈ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചു നടന്ന് വിളിച്ചു പറയണം. വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയണം? രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന വ്യക്തി ഇങ്ങനെയാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല വിളിച്ചു പറയേണ്ടത്. പിന്നെ സമയമുണ്ടോ? ഇല്ല. ദിവസത്തിന് അറിയോ എവിടെല്ലാം പോകണം? അങ്ങ് പോയി മാവേലിക്കരൻ, അങ്ങോട്ട് പോയി പൊടിയാടി വഴി തിരുവല്ലായിരുന്നു മല്ലപ്പള്ളിന്ന് ആവിൻ സ്തോത്രം മുണ്ടക്കയത്ത് ഏലപ്പാറ പോയി, ഏലപ്പാറത്തും തൊടുപുഴ വന്ന് തൊടുപുഴയിൽ എറണാകുളത്ത് ആലപ്പുഴന്ന് ആ മരിപ്പാട് കൊല്ലത്ത് പോയി തിരുവനന്തപുരത്ത് തമിഴ്നാട് ആടി ഇങ്ങനെ പോയി കാശ്മീർ വരെ എത്തണം. സ്തോത്രം. എവിടെ വരെ പോകണം? 127 സംസ്ഥാനം പഠിച്ചു പറയണോ? എത്ര? 127 സംസാരങ്ങൾ വിളിച്ചു പറയണം. നിസാര കാര്യമാണോ? ഇതെല്ലാം നടന്ന് വിളിച്ചു പറയും. രാജ പറഞ്ഞിട്ട് ഇത് നീ തന്നെ ചെയ്യണമെന്ന്. ആർക്ക് ചെയ്യണം? പുറത്ത് കാവലിരിക്കുന്ന ഒരു മോർദക്കായി ഉണ്ട്. കണ്ടോ? താന്നിരിക്കുന്നവനെ ഉയർത്തുന്നുണ്ടോ? താണതിനെ ഉയർത്തുന്നുണ്ടോ? മുഖമുങ്ങിയതിനും ഉയർത്തത്തില്ല, താണെങ്കിലും ഉയർത്തത്തുള്ളൂ. ആ കൊമ്പൊടിഞ്ഞൊന്നും ഉയർത്തത്തില്ല. കൊമ്പൊടിഞ്ഞെങ്കിലേ താണവന്നെങ്കിലേ ഉയർത്തത്തുള്ളൂ. കൊമ്പൊടിഞ്ഞൊന്നും ഉയർത്തില്ല. ദൈവം അവസ്ഥയിലല്ല, വ്യവസ്ഥയില. രാജാവ് നീ തന്നെ ഇത് ചെയ്യണം. ആർക്ക് ചെയ്തു കൊടുക്കണം? പുറത്തൊരുവൻ ഇരിപ്പുണ്ട് താഴെ, മോർദെഖായി അവന്റെ പേര്. അവന് നീ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് രാജാവിന്റെ കൽപ്പനയാ. അത് കളിക്കാൻ പറ്റുമോ? 127 സംസ്ഥാനത്തിൽ നടഞ്ഞു വന്ന് അവൻ പെണ്ണുമുള്ള ചെന്ന് അവളോട് പറഞ്ഞു, ഒരു കട്ടൻ ചായ ഇട്ട് നാടി ആകപ്പാട് തളർന്നടി. അപ്പൊ അവള് പറഞ്ഞു, ആണിയോ മല്യനെ നിന്റെ കട്ടൻ ചായ, നിനക്ക് കട്ടൻ ചായയില്ല, പച്ചവെള്ളം ഇടില്ല, നീ അവന്റെ മുമ്പിൽ തോറ്റടാന്ന് പറഞ്ഞു. നല്ല കാര്യമില്ലേ? സ്തോത്രം. സ്തോത്രം. നിനക്ക് കട്ടൻ ചായയില്ല, വെള്ളമില്ല, നല്ല കാര്യമില്ലേ? സ്തോത്രം. കർത്താവിനോട് നീ അവന്റെ മുമ്പിൽ എന്ത് ചെയ്തു? തോറ്റു. നീ അവന്റെ മുൻപിൽ വീണു തുടങ്ങിയടാ. അവിടെ നിന്റെ കാര്യമൊക്കെ പോക്കായി. സ്തോത്രം. നിന്റെ കാര്യമൊക്കെ പോക്കായി തുടങ്ങി. സ്തോത്രം. നീ അവന്റെ മുമ്പിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നവനാ, ആരാധിക്കുന്നവനാ, സ്തുതിക്കുന്നവനാ. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ വീഴുവന്നോ ശത്രു വീഴുവന്നോ? സ്തോത്രം. അവിടെ വെളിപ്പാട് ശരിയായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് ഈ വീട്ടിൽ ഒരു കഴുകുമരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതേ കഴുകുമരത്തിൽ അവൻ ഈ ഹാമാനെ, മോർദെഖായി എന്ന് പ്രാർത്ഥിക്കുന്നവനെ തൂക്കാൻ നോക്കി. അതേ കഴുകുമരത്തിൽ അവനെ ദുഷ്ടനായ മനുഷ്യനെ ഹാമാനെ തൂക്കി. ആ ദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത്. 21-ാം സങ്കീർത്തനം വിളിച്ചു പറഞ്ഞു, അവൻ ശത്രുക്കൾ മുൻപാകെ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്ര. ദിവസങ്ങളിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ദൂതുണ്ട്. ആ ദൂതുകൾ കൈ പ്രാർത്ഥിക്കുക. സാക്ഷ്യത്തിന് അടക്കം പ്രാർത്ഥിക്കാമോ? എന്റെ പാനപാത്രവും അറിഞ്ഞു കഴിയുന്നു. ആവർത്തിച്ച് വീണ്ടും തരിക. എന്താണ്? പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ദിവസങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടോ? അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഭാര്യ എലീശ പ്രവാചകൻ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ കടക്കാർ വന്ന് പിടിച്ചോണ്ട് പോകാൻ പോവാ. കടക്കാർ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോവാ. അവൻ സ്തോത്രം. എന്റെ ഭർത്താവ് നിന്റെ ദാസനുമായി അവൻ മരിച്ചുപോയി.
ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. അവളോട് എലീശ പ്രവാചകൻ പറഞ്ഞല്ലോ, അവൻ നിന്റെ വീട്ടിൽ പോയി പാത്രങ്ങളെല്ലാം എടുക്കണം, പോരായെങ്കിൽ വീട്ടിൽ പോയി പാത്രങ്ങളെല്ലാം എടുത്ത് നിന്റെ മുറിക്കകത്ത് നീയും നിന്റെ കുഞ്ഞുങ്ങളോട് കയറി അവൻ സ്വന്തം നിന്റെ കയ്യിലോട് ഇത്തിരി എണ്ണയുണ്ടെന്ന് പറഞ്ഞ് അതങ്ങോട്ട് പകർന്നു കൊടുക്കണം. അവൻ പറ്റാത്ത ഉറവയായിട്ട് ഞാൻ തുറക്കും. പ്രവാചകന്റെ വാക്ക് സ്വർഗത്തിന്റെ വാക്കായിരുന്നു. പ്രവാചകന്റെ വാക്ക് സ്വർഗത്തിന്റെ വാക്കായിരുന്നു. പകർന്നു തുടങ്ങി. തീർന്നില്ല, പറ്റിയില്ല. പാത്രങ്ങൾ കുഞ്ഞുങ്ങൾ മാറ്റി വെക്കുന്നതോറും